ഉണ്ടായിരിക്കില്ല. ആരാണ് ഈ പ്രളയം വന്നപ്പോൾ വന്നല്ലോ കുറെ മിലിറ്ററിയും പട്ടാളവും ഒക്കെ വന്നു. ഞാൻ മിലിറ്ററിയും പട്ടാളത്തിലൊന്നും മോശം പറഞ്ഞില്ല, അവർക്ക് അവരുടേതായ കഴിവുള്ളവരാണ്, ഞാൻ ബഹുമാനിക്കുന്നവരാണ്. പക്ഷെ മിലിറ്ററിയും പട്ടാളം വന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ രക്ഷിച്ചത് ഈ തീരത്തെ മത്സ്യത്തൊഴിലാളികളാണെന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. രക്ഷകരല്ലായിരുന്നു അവരല്ലേ പ്രളയത്തിന്റെ രക്ഷകർ. ആ സമൂഹത്തിനെ എരുതിയിൽ നിന്നും വറചട്ടിയിലേക്ക് വലിച്ചിടുക, ആ തീരുമാനവുമായി മോഡി വന്നാൽ അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തയ്യാറാകില്ല എന്ന് ഉറപ്പിച്ച് പറയാനാണ് ഞാൻ ചിത്രം വിനിയോഗിക്കുന്നത്. ആ നിശബ്ദമായിട്ടുള്ള പോരാട്ടം ഇതിങ്ങനെ കടൽ മണ്ഡലം അനുവദിച്ചാൽ ഇന്തോനേഷ്യയിലൊക്കെ സുനാമി ഉണ്ടായെങ്കിൽ, ഇപ്പൊ അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പിൻവലിക്കുന്നില്ലെങ്കിൽ സമരത്തിന്റെ സുനാമി കാണേണ്ടി വരും ഈ ഗവൺമെന്റ് എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അത്ര ശക്തമായ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും. അത് മത്സ്യത്തൊഴിലാളികൾ മാത്രം ഒറ്റക്കല്ല, ഈ കേരളത്തെ സമൂഹത്തെ മുഴുവൻ പിടിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ്. ഇത് നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, തീരത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഒരിഞ്ച് വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് ഉറപ്പെ പ്രഖ്യാപിക്കാൻ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ ദീർഘമായി പറയുന്നില്ല, നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. നിങ്ങളുടെ എല്ലാ പോരാട്ടത്തിനും ഒരു സമര ഭടനായിട്ട് എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, മത്സ്യത്തൊഴിലാളികളുടെ വേദനയും സങ്കടവും പ്രയാസങ്ങളും നേരിട്ട് അനുഭവിക്കുന്ന ഒരു സാധാരണ പൊതുപ്രവർത്തകനാണ് ഞാൻ. എവിടെ എത്തിയാലും അവരുടെ കരുത്തും പിന്തുണയും കൊണ്ട് മാത്രം പൊതുപ്രവർത്തന രംഗത്ത് ശക്തിയായി തലയോട്ട് നിൽക്കുന്ന ഒരാളുമാണ് ഞാൻ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ മുന്നോട്ട് പിന്നെ ഓരോന്ന് പരീക്ഷണങ്ങളൊക്കെ കേരള ഗവൺമെൻറ് ഇറങ്ങിയിട്ടുണ്ട്. തീരദേശ റോഡ് മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചത്തൂടെ കെട്ടാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെയെല്ലാം തീര റോഡ് ഇപ്പോൾ ഈ 4 ലൈൻ പാത ഇതിലൂടെ പോവാണ്. ഇത് വരാൻ പോവാണ് 2 മാസം കൊണ്ട്. നോക്കിയേ, ഇവിടെ നിന്ന് വാടക്കയിലേക്കുള്ള ദൂരം എത്രയാണ്? 1.5 കിലോമീറ്ററാണ്. അവിടെ നിന്ന് ഇനി വീണ്ടും ഇതുപോലെ 3 ലൈൻ ഉണ്ടാക്കി ഇവിടെ താമസിക്കുന്ന മുഴുവൻ മത്സ്യത്തൊഴിലാളിയും വീട് അനാഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്ത് ലോജിക്കാവും ഇത്? കുറെ ആൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി വികസനത്തിന്റെ പേര് പറഞ്ഞ് സാധാരണക്കാരനെ വഴിയാധാരമാക്കാനുള്ള തീരുമാനമാണ്. അത് ഇത്തരം കാര്യത്തിൽ കേരളവും കേന്ദ്രവും തമ്മിൽ വ്യത്യാസമില്ല. ഇതിലിപ്പോൾ സമരം ഒന്നും ചെയ്യുന്നുണ്ടാവും, അതുപോലെ കാര്യം. പക്ഷേ ഈ കാര്യത്തിലൊക്കെ ഈ മുതലാളിമാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ഇപ്പൊ മുന്നിൽ തന്നെയാണ്. ഇതിലെ കാര്യം സംശയം വേണ്ട. ആ കാര്യത്തിൽ അവർ രണ്ടും ഒരുപോലെ സ്വഭാവക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തീര റോഡിന്റെ പ്രപ്പോസലും ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ മത്സ്യത്തൊഴിലാളി വഴിയാധാരമാക്കിക്കൊണ്ടുള്ള തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ഈ സമര പോരാട്ടങ്ങൾ ഉജ്ജ്വലമായി മുന്നോട്ട് പോകണം. ഒരു അണിയായി ഈ സമരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യം വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഈ സമര പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിനോടുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ്, സംസ്ഥാന സർക്കാരിനോടുള്ള മുന്നറിയിപ്പാണ്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം തുടരണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് അറിയിച്ച് പദയാത്ര നടത്തി ജനങ്ങളെ അറിയിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ നിങ്ങൾക്ക് എല്ലാവരും അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.